ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപറുകളെ, മേരെ സാത്തിയോ. ടുഡേ ഐ ആം ഗിവിങ് യു സം ടെൻസസ്, ഓൺലി 3. Then each tense divided into 4. അപ്പോൾ നമുക്കറിയാം 3 ടെൻസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ ഇംഗ്ലീഷ് ഭാഷയിൽ, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ അല്ലേ. അപ്പോൾ ഇതിൽ നമുക്കറിയാം നമ്മൾ പ്രസൻറ്റിലൊരു കാര്യം പറയും, ദെൻ അതിൻ്റെ പഴയത് പാസ്റ്റ് അല്ലേ, ഭൂതകാൽ, ഭവിഷ്യകാൽ എന്നൊക്കെ പറയും ഹിന്ദിമേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്കതിലെ ഓരോ വേർഡ്സ് നോക്കാം. പ്രസൻറ്റിൽ എന്ത് പറയും ആ വേർഡിനെ, അതുപോലെ പാസ്റ്റ് ആകുമ്പോൾ എന്താണ്, അതുപോലെ മറ്റൊരു ഫോമാണ് പാസ്റ്റ് തന്നെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും, തേർഡ് ഫോം ഓഫ് എ വേർഡ് ഓർ വേർബ്. നമുക്കത് ഒരു വേർഡിൻ്റെ തേർഡ് ഫോം എന്ന് പറയാം അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ പറയാം എന്താണ്, ഇപ്പോൾ നമ്മൾ ഡ്രിങ്ക് അല്ലേ, കുടിക്കുക, ഡ്രാങ്ക് കുടിച്ചു, ഡ്രങ്കൺ അതാണ് മൂന്നാമത്തെ ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ. അതുപോലെ നമ്മൾ പറയാം എന്താണ്, നമ്മൾ പറയുകയാണ് ഇപ്പോൾ ഗിവ് അല്ലേ, തരുക, ഗാവ് തന്നു, ഗിവൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് പറയാം എന്താണ്, റീഡ് വായിക്കുക അല്ലേ, റീഡ്. റെഡ് എന്നാണ് പറയുക, പക്ഷേ സ്പെല്ലിംഗ് ഒരേപോലെ കേട്ടോ, റീഡ് റെഡ് എന്നാണ് പറയുക, അതായത് സ്പെല്ലിംഗ് സെയിം തന്നെയാണ് അല്ലേ. അതുപോലെ നമുക്ക് എന്ത് പറയാം, പിന്നെ മറ്റൊന്ന് ലൈ കിടക്കുക, ലൈഡ് കിടന്നു, ലൈഡ് അല്ലേ. അതുപോലെ തന്നെ നോ, KNOW അറിയുക, ന്യൂ അറിഞ്ഞു, നോൺ തേർഡ് ഫോം KNOWN നോൺ അല്ലേ. ഇങ്ങനെയൊക്കെ വരുന്ന കുറേ വാക്കുകളുണ്ട്. അതുപോലെ ഡിഗ് കുഴിക്കുക, ഡഗ് മനസ്സിലായില്ലേ, കുഴിച്ചു, ഡഗ് സെയിം, തേർഡ് ഫോം ഈസ് ദി സെയിം ഓഫ് ദി സെക്കൻഡ് ഫോം. ദെൻ നമ്മൾ പറയാം എന്താണ്, സിങ് അല്ലേ, പാടുക, സാങ് പാടി, സാങ് അല്ലേ. അതുപോലെ ലോഫ് ചിരിക്കുക, ലോഫ്ഡ് ചിരിച്ചു, ദെൻ ലോഫ്ഡ്, ഈടി വരുന്നതൊക്കെ ഒരേപോലെ ആയിരിക്കും, ഈടി ലോഫ് ലോഫ്ഡ് ലോഫ് അല്ലേ. അതുപോലെ നമ്മൾ പറയാം എന്താണ്, ജമ്പ് അതേപോലെ വരുന്ന വാക്കാണ്, ജമ്പ് അല്ലേ, ചാടുക, ചാടി. ദെൻ പിന്നെ പറയാം നമുക്ക് റൺ ഓടുക, റാൻ ഓടി അല്ലേ, റാൻ കേട്ടോ. ചിലവർ തെറ്റായി പറയും റണ്ണഡ് എന്നൊക്കെ പറയും, തെറ്റാണ്, മനസ്സിലാക്കുക അത്. അതുപോലെ തന്നെ നമുക്ക് പറയാം മറ്റെന്താണ്, ഇപ്പോൾ ജമ്പ് എന്ന് പറഞ്ഞു. അതുപോലെ സ്റ്റഡി അല്ലേ, പഠിക്കുക, സ്റ്റഡീഡ് അല്ലേ, ഈടി വരുന്നൊക്കെ തന്നെ യൂസ് ചെയ്യുക, സ്റ്റഡീഡ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വാക്കുകൾ പരിചയപ്പെട്ടുകൊണ്ട്, കാരണം നമുക്കിത് സംസാരത്തിൽ അത്യാവശ്യമാണ്, ഇറ്റ്സ് വെരി എസെൻഷ്യൽ ഇൻ ടോക്കിംഗ്. സോ ദാറ്റ്സ് വൈ ഐ ആം giving you this kind of class. Don't forget to watch my channels, my links in YouTube, Step Up with English, Prakash TK Menon. Subscribe it, otherwise you can't get the continuation of the classes. Then share it maximum as you can. Then Facebook, my link, Step Up with English 108 Action Art, following and share. Then Instagram, my link, Prakash TK7, it's also following and share. Okay, then see you in my next video. I am in my estate in my working dress. Okay, anyway, it's okay. Okay, then see you.